ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വീടാമുയർച്ച എന്ന മൂവിയാണ്. തന്റെ ഭാര്യയ്ക്ക് ഒരു അഫയർ ഉണ്ടെന്നും അവൾ തന്നെ ഡിവോഴ്സ് ആക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ ഭർത്താവാകട്ടെ അവളെയും കൊണ്ട് അവസാനമായിട്ടൊരു യാത്ര പോകാൻ തീരുമാനിക്കുന്നു. എന്നാൽ ആ യാത്രക്കിടെ വിജനമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അയാളുടെ ഭാര്യയെ കാണാതാകുന്നു. പിന്നീട് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് ഈ മൂവി കണ്ടു തന്നെ അറിയാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ വീഡിയോക്ക് ലൈക്ക് തരിക. പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യമാണ്. അവിടെ നമ്മുടെ നായകനായ അർജുനും നായിക കൈലും ചേർന്നിട്ട് എങ്ങോട്ടോ ഒരു യാത്ര പോവുകയാണ്. വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഫോൺ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് കയറി പോകുന്നു. കാറിലേക്ക് കയറുമ്പോൾ എല്ലാം തന്നെ അവളുടെ മുഖത്ത് വല്ലാത്തൊരു വിഷാദമുണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ അത്ര ചർച്ചയിലല്ലാന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പിന്നീട് കാണിക്കുന്നത് 12 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ വിവാഹ ദിവസമാണ്. പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ദിവസം അത്രയധികം മനോഹരമാക്കണമെന്ന് അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അർജുന് വേണ്ടിയിട്ട് അത്ര മനോഹരമായിട്ടാണ് കയ്യിൽ ഒരുങ്ങുന്നത്. എല്ലാത്തിനും അവളുടെ കൂടെ അവളുടെ ഫ്രണ്ട് അനുവും ഉണ്ടായിരുന്നു. അങ്ങനെ അതിഗംഭീരമായിട്ട് ഇവരുടെ വെഡിങ് എല്ലാം തന്നെ കഴിഞ്ഞു. അതിനുശേഷം വളരെ ഹാപ്പി ആയിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് വീണ്ടും കഥ പ്രസന്റിലേക്ക് വരികയാണ്. ഒരുമിച്ച് യാത്ര ചെയ്യുന്നെങ്കിലും അർജുനും കയലും തമ്മിൽ അധികം ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. കയലാകട്ടെ ഫോണിൽ ആർക്കൊക്കെ മെസ്സേജ് അയക്കുകയും ഇടയ്ക്ക് പാട്ട് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ ഒരിടത്ത് കഴിക്കാൻ കയറിയപ്പോൾ പോലും അവളാകട്ടെ പുറത്തുനിന്ന് ആരെയോ ഫോൺ ചെയ്യുകയായിരുന്നു. അർജുൻ അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായതും അവൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. അവൾ അങ്ങനെ കാണിക്കുന്ന കണ്ടിട്ട് റെസ്റ്റോറന്റിൽ ഇരുന്നു കൊണ്ട് അർജുൻ കുറച്ചു ദിവസം മുൻപ് നടന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നു. കയ്യിലൊരു ദിവസം അവനോട് വന്ന് പെട്ടെന്ന് പറയുന്നുണ്ട്, നമുക്ക് ഡിവോഴ്സ് ആവാമെന്ന്. കുറച്ചു കാലമായിട്ട് അവർക്കിടയിൽ ഒന്നും തന്നെ പെർഫെക്റ്റ് ആയിരുന്നില്ല. എന്നാൽ നമുക്കിത് പതിയെ പതിയെ ശരിയാക്കാമെന്ന് അർജുൻ പറഞ്ഞെങ്കിലും ഇനി അതിനൊന്നും സമയമില്ലാന്നും അതൊന്നും വർക്കൗട്ട് ആകില്ല എന്നുമാണ് കയ്യിൽ പറയുന്നത്. കാരണം അവൾ മറ്റൊരാളെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. അത് മാത്രമല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ നിനക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, ഐ ലവ് യു സീറ്റം എന്ന് പറഞ്ഞിട്ട്. അന്ന് അതിന് നീ എനിക്കൊരു ഹാർട്ട് ഇമോജി തിരിച്ചയക്കുകയും ചെയ്തു. ആ മെസ്സേജ് നിനക്ക് അയച്ചതായിരുന്നില്ല, മറ്റൊരാൾക്ക് അയച്ചതായിരുന്നു. അത് നിനക്ക് മാറി വന്നതാ. അത് നിനക്ക് മനസ്സിലാക്കാൻ പോലും പറ്റിയില്ല. ഞാൻ ഈ ലൈഫിലുടനീളം നിന്നെ സ്വീറ്റം എന്ന് വിളിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഒരു ചെറിയ കാര്യം പോലും നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും തന്നെ വർക്കൗട്ട് ആകാനും പോകുന്നില്ല. അവിടെ നിന്നും പിന്നീട് ഇവർ ആദ്യം കണ്ടുമുട്ടിയ നിമിഷത്തിലേക്ക് പോലും അർജുൻ കടന്നു പോകുന്നു. വെക്കേഷൻ ആഘോഷിക്കാൻ വന്ന ഇവർ രണ്ടുപേരും തങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഒരു സ്ഥലത്തേക്ക് വന്നത്. അവിടെ വെച്ചാണ് ഇവർ പരസ്പരം കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ തന്നെ. വളരെ പെട്ടെന്ന് തന്നെ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായി. അർജുനാകട്ടെ അവളോട് മാരീഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാന്ന് പറഞ്ഞതും അവൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് പരസ്പരം നമ്പേഴ്സ് എക്സ്ചേഞ്ച് ചെയ്തു. പിന്നീട് ഇടയ്ക്കൊക്കെ ഇവർ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പതിയെ പതിയെ ഇവർക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വന്നു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇവളുടെ ബർത്ത്ഡേ എന്നാന്ന് ചോദിക്കുമ്പോൾ നീ തന്നെ കണ്ടുപിടിക്കാനാണ് അവൾ പറയുന്നത്. ഫ്രണ്ട്സിനോട് ചോദിച്ചോ സോഷ്യൽ മീഡിയ നോക്കിയൊക്കെ അവന് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ അർജുൻ അതിനൊന്നും നിൽക്കാതെ അന്ന് മുതൽ എല്ലാ ദിവസവും അവൾക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് അയച്ചുകൊണ്ടേയിരുന്നു. പതിവായി ദിവസവും അവന്റെ ആ മെസ്സേജ് വന്നുകൊണ്ടേയിരുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ നിർത്തുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഏകദേശം 6 മാസത്തോളം അവൻ ഹാപ്പി ബർത്ത്ഡേ അയച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവളുടെ യഥാർത്ഥ ബർത്ത്ഡേ അന്ന് അവൾ അവന് തിരിച്ച് മെസ്സേജ് അയച്ചു, ഇനി ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ അയക്കേണ്ട എന്ന്. അങ്ങനെയാണ് അർജുൻ മനസ്സിലാക്കുന്നത് അന്നത്തെ ദിവസമാണ് അവളുടെ ബർത്ത്ഡേ എന്ന്. അതിനുശേഷം ഒരിക്കൽ ഇവരൊരു റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടുമുട്ടുന്ന സമയത്ത് അർജുനാകട്ടെ അവളുടെ മുന്നിലേക്ക് ഒരു റിംഗ് എടുത്ത് നീട്ടുന്നു. എന്നാൽ ഇത് കണ്ടതും പെട്ടെന്ന് അവൾ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പിലാകണമെന്ന് ഒന്നും തന്നെ വിചാരിച്ചിട്ടില്ല എന്ന്. എന്നാൽ അവൾ എന്തെങ്കിലും കൂടുതൽ പറയുന്നതിന് മുന്നേ അർജുൻ പറയുന്നുണ്ട്, ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല, എന്റെ കോളീഗ് മായക്ക് വേണ്ടിയാണെന്ന്. നിന്നോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി മാത്രമാണ് കാണിച്ചതെന്ന്. അത് കേട്ടതും കയ്യിൽ ആകെ വല്ലാതെയായി. താൻ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു എന്നും അവന്റെ മുന്നിൽ നാണം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ ആകെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലായിരുന്നു. അന്ന് രാത്രി അവളാകട്ടെ അർജുനെ വിളിക്കുന്നുണ്ട്, മായക്ക് ആ റിംഗ് കൊടുത്തു എന്ന് ചോദിച്ചിട്ട്. ഇല്ല, കൊടുത്തില്ല എന്ന് പറയുമ്പോ അവള് പറയുന്നുണ്ട്, ആ റിംഗ് മായയുടെ കയ്യിൽ മാത്രമല്ല എന്റെ കയ്യിൽ നന്നായിട്ട് ചേരുമെന്ന്. അതിനർത്ഥം അവൾക്ക് അർജുനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ പറയാതെ തന്നെ പറയുകയായിരുന്നു. അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നു. കുറച്ചു നിമിഷം കഴിയുമ്പോൾ അവളുടെ ബാൽക്കണിയിലേക്ക് അവൻ കയറി വരുന്നുണ്ട്. നിന്റെ കയ്യിൽ ചേരുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് നിനക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അപ്പൊ മായയുടെ കാര്യം എന്താന്ന് ചോദിക്കുമ്പോൾ മായ തന്റെ ഫ്രണ്ടിന്റെ ഫിയാൻസി ആണെന്നാണ് അർജുൻ പറയുന്നത്. തന്റെ ഫ്രണ്ട് മായക്ക് വേണ്ടിയിട്ട് ഒരു റിംഗ് സെലക്ട് ചെയ്തിരുന്നു. അത് നിന്നെ കണ്ടിട്ട് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അന്നേരം എടുത്ത് കാണിച്ചത് തന്നെ. കയ്യിൽ അതിനെ തെറ്റിദ്ധരിച്ചതായിരുന്നു. എന്തായാലും നിന്റെ കൈക്ക് തന്നെയാ ചേരുന്നതെന്ന് മായക്ക് വേറെ വാങ്ങാന്നും പറഞ്ഞിട്ട് ആ റിംഗ് ആകട്ടെ അവളുടെ കയ്യിൽ തന്നെ അവൻ ഇട്ടുകൊടുക്കുന്നു. അവിടെ നിന്നായിരുന്നു അവരുടെ പ്രണയത്തിന്റെ തുടക്കം. പിന്നീട് അതിനുശേഷം ഇവർ ഡിവോഴ്സ് ആകാനൊക്കെ തീരുമാനിച്ചു എന്നുള്ള കാര്യം അനു അറിയുകയും ഒരു ഫാമിലി ഫംഗ്ഷനിൽ വെച്ചിട്ട് കയലിനോട് അത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. 12 വർഷത്തിന് മുൻപ് ഉള്ള ഞങ്ങളല്ല ഇപ്പോഴുള്ളത്, എല്ലാം മാറിപ്പോയിരിക്കുന്നു. ന്യൂലി വെഡഡ്സ് ആയിട്ടുള്ള ആ കപ്പിൾസ് പോലും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മാറും. എല്ലാവരുടെയും മുന്നിൽ ഒരു ഐഡിയൽ കപ്പിളായിരുന്നു അർജുനും കയലും. അവർ ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്നുള്ള ന്യൂസ് അവരുടെ ഫ്രണ്ട്സിനെ എല്ലാം തന്നെ ഞെട്ടിച്ചു. ഇവർക്കിടയിൽ ഈ ഒരു അകൽച്ച തുടങ്ങുന്നത് കയലിന്റെ അബോർഷന് ശേഷമായിരുന്നു. ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും. ബാത്റൂമിൽ കാല് തന്നെ വീണാണ് കയലിന് അബോർഷൻ ആകുന്നത്. ആ സംഭവത്തിന് ശേഷം കയൽ കുറെ നാൾ ഡിപ്രഷനിലായിരുന്നു. അതുപോലെ തന്നെ അർജുനും പലപ്പോഴും ജോലി തിരക്കുകളിൽ മാത്രമായി മുഴുകി. മാത്രമല്ല അവൾക്ക് ഇനിയൊരു കുഞ്ഞുകൂടി ഉണ്ടാകാനുള്ള ചാൻസ് ഒട്ടും തന്നെ ഇല്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അവർക്കിടയിൽ ഈ അകൽച്ചകൾ കൂടിക്കൂടി വരുന്ന സമയത്ത് ഒരിക്കൽ അവളുടെ ബർത്ത്ഡേയുടെ അന്ന് അവളുടെ കൂട്ടുകാരെല്ലാം തന്നെ അവൾക്ക് 12 മണിക്ക് മെസ്സേജ് അയച്ചു. എന്നാൽ തൊട്ടടുത്തിരുന്ന അർജുനാകട്ടെ അവളെ ഒന്ന് വിഷ് പോലും ചെയ്തില്ല. അയാൾ അവളുടെ ബർത്ത്ഡേ പോലും മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പതിയെ പതിയെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങി.
ഡിവോഴ്സിന്റെ വക്കിൽ എത്തിക്കഴിയുമ്പോഴാണ് കയൽ പറയുന്നത് താൻ അച്ഛന്റെ അമ്മയുടെയും വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന്. ഡിവോഴ്സ് പ്രൊസീഡിംഗ്സ് എല്ലാം തന്നെ കഴിയുന്നിടം വരെ അവിടെ ഇരിക്കാനായിരുന്നു അവളുടെ തീരുമാനം. അവൾ പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അവസാനമായിട്ട് അവളുടെ കൂടെ ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് അർജുൻ അവളെ നിർബന്ധിച്ച് കാറിൽ പോകാമെന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ അവളുടെ അച്ഛന്റെ അമ്മയുടെയും വീട്ടിലേക്ക് പോകുന്ന യാത്രയിലായിരുന്നു അവർ. കഥ പ്രസന്റിലേക്ക് വരുന്നു. അതിനിടയ്ക്ക് അവൻ അവളോട് പറയുന്നുണ്ട്, നീ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന്. കാരണം പലരും അഫെയറിൽ പെടുമ്പോൾ അറിയിക്കാതെ തന്നെ ഡിവോഴ്സ് ചെയ്ത് പോവുകയാണ് പതിവ്. നീ എന്നോട് നല്ലൊരു ഫ്രണ്ടിനെ പോലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നിടെ പെട്ടെന്നാകട്ടെ സൈഡിൽ നിന്ന് ഒരു കാർ വന്ന് ഇവരുടെ കാറിനെ ഇടിക്കാൻ പാകത്തിന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. എങ്ങനെയൊക്കെ തലനരഴിക്കാണ് ഇടി ഒഴിവാക്കി അവർ രക്ഷപ്പെട്ടത്. അർജുന്റെ ശ്രദ്ധയൊന്നും മാറിയിരുന്നു, ആ കാറിൽ വന്ന ആൾക്കാരുടെ ശ്രദ്ധ മാറിയിരുന്നു. മൈക്കിൾ എന്ന് പറയുന്ന ഒരാളും സംഘവുമായിരുന്നു ആ കാറിലുണ്ടായിരുന്നത്. ഇവരെന്നൊക്കെ മോശമായിട്ട് കുറച്ച് സിഗ്നലൊക്കെ കാണിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് വണ്ടി വിട്ടുപോയി. അത് ശരിക്കും അർജുനും കയലിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. തൽക്കാലം ഒരു വഴക്കിനൊന്നും നിൽക്കാതെ അവരും പതിയെ പിറകെ വണ്ടി വിട്ടുപോയി. കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ട് ഒരിടത്ത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് അർജുൻ വണ്ടി നിർത്തിയിരുന്നു. അവിടെ അടുത്തുള്ള സ്റ്റോറിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കയൽ അവിടേക്ക് കയറിപ്പോയി. സ്റ്റോറിൽ വെച്ച് ഒരു ക്യാൻ എടുക്കുന്നിടയ്ക്ക് അവളുടെ കയ്യിൽ നിന്ന് താഴെ വീഴുകയും ദീപിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അത് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പരിചയപ്പെടുന്നു. അവളും ഒരു തമിഴ് പെൺകുട്ടിയായിരുന്നു. തന്റെ ഹസ്ബൻഡ് രക്ഷിത്തിനെ അവൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ ബിസിനസ് നടത്തുകയായിരുന്നു അവർ. അവർക്ക് സ്വന്തമായിട്ട് ഒരു ട്രക്ക് കൂടി ഉണ്ടായിരുന്നു. അതിൽ ലോഡുമായിട്ട് അവർ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷിത്തിനെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അയാളാകട്ടെ കയലിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പോകുന്ന വഴിക്ക് മറ്റൊരു റൂട്ട് കൂടിയുണ്ട്, അതുവഴി പോവുകയാണെങ്കിൽ പെട്ടെന്ന് എത്തുമെന്നും കാണാൻ നല്ല ഭംഗിയാണെന്നും ഒക്കെ. ഞാൻ തന്റെ ഹസ്ബൻഡിനോട് പറയാമെന്ന് പറഞ്ഞിട്ട് തന്റെ ഹസ്ബൻഡിനെ അവിടെ നിന്ന് ചൂണ്ടി അവൾ കാണിച്ചും കൊടുക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളുടെ വിവാഹ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതെന്ന് കൂടി ദീപിക പറയുന്നുണ്ട്. കയലിന് തന്റെ അർജുന്റെയും കാര്യം ആലോചിച്ചിട്ട് അപ്പോൾ വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അർജുന്റെ വണ്ടിയുടെ അടുത്തേക്ക് നേരത്തെ പ്രശ്നമുണ്ടാക്കിയ ആ മൈക്കിളിന്റെ വണ്ടി വരുന്നു. അതിൽ നിന്ന് അവരെല്ലാം ഇറങ്ങിയിട്ട് അർജുനുമായിട്ട് സംസാരിക്കുകയാണ്. അർജുൻ പറയുന്നുണ്ട്, ഒരു പ്രശ്നത്തിനും എനിക്ക് താല്പര്യമില്ല, നേരത്തെ ഞാനും കണ്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് ആവശ്യമില്ലാതെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട എന്ന്. അർജുന്റെ വണ്ടിയെല്ലാം തന്നെ ചുറ്റിക്കണ്ട ശേഷം അവര് പറയുന്നുണ്ട്, ഈ ഏരിയയിൽ ഒന്നും തന്നെ സിഗ്നൽ കിട്ടില്ല, ഇങ്ങനത്തെ വണ്ടി കൊണ്ടൊന്നും നടന്നിട്ട് കാര്യമില്ല, റേഡിയോ സിഗ്നൽ മാത്രമേ ഇവിടെ കിട്ടാറുള്ളൂ, താൻ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിന്റെ വണ്ടി ഞങ്ങളെ എല്ലാവരെയും കൊന്നേനെ എന്ന് മൈക്കിൾ പറയുന്നു. എന്നാൽ അതുപോലെ തിരിച്ച് അർജുനും പറയുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചത് കൊണ്ടാണ് അപകടം ഒഴിവായതെന്ന്. കയൽ അവിടേക്ക് വന്നപ്പോഴേക്കും അർജുൻ പറയുന്നുണ്ട്, നമുക്ക് പോകാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും വണ്ടിയിലേക്ക് കയറി. പ്രശ്നം എന്തെങ്കിലും ഉണ്ടോന്ന് കയൽ ചോദിച്ചപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഒന്നും തന്നെ ഇല്ലാന്ന്. അവരവിടെ നിന്നും വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു മൈക്കിളും കൂട്ടുകാരും. കുറെ ദൂരം വണ്ടി ഓടിക്കഴിയുമ്പോൾ കയലാകട്ടെ അവനോട് പറയുന്നുണ്ട്, രാവിലെ കഴിച്ച ഫുഡ് തനിക്ക് പിടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു, ആകെ ഒരു അസ്വസ്ഥതയുണ്ടെന്ന്. അതിനിടയ്ക്ക് രക്ഷിത്ത് പറഞ്ഞ ആ സൈഡ് റോഡ് അവള് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എന്തു പറ്റിയെന്ന് അർജുൻ ചോദിക്കുമ്പോ അവരെ അവിടെ വെച്ച് കണ്ട കാര്യവും ആ വഴി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താമെന്നും നല്ല റൂട്ടാണെന്നും പറഞ്ഞ കാര്യം എല്ലാം തന്നെ അവള് പറയുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നിടയ്ക്ക് പെട്ടെന്ന് അവരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്നു. എന്തു പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അർജുൻ പുറത്തിറങ്ങി നോക്കുന്നുണ്ട്. എത്ര നോക്കിയിട്ടും എന്താ സംഭവിച്ചെന്ന് അവനൊരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഫോണിനൊന്നും തന്നെ റേഞ്ചുമില്ല. ആ സമയത്താകട്ടെ മൈക്കിളിന്റെ വണ്ടി അതുവഴി വരുന്ന കണ്ടിട്ട് കയലൊന്ന് പേടിക്കുന്നു. ഇവരിങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് അവരെല്ലാം കൂകി വിളിച്ചുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഒരു ബിയർ ബോട്ടിൽ എടുത്ത് ഇവരുടെ സൈഡിലേക്ക് എറിയുന്നു. കയലും അർജുനും ശരിക്കും ഒന്ന് പേടിച്ചു. എന്നാലും വണ്ടി വിട്ടുപോയത് കൊണ്ട് കയലൊന്ന് സമാധാനപ്പെട്ടു. എന്നാൽ കുറേ ദൂരം കഴിഞ്ഞിട്ട് ആ വണ്ടി തിരിച്ചു വരുന്നത് കണ്ടതും കയൽ പേടിക്കാൻ തുടങ്ങി. അവരിത് എന്ത് ഭാവിച്ചാണെന്ന് ഇവർക്ക് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാമെന്നാണ് അവർ പറയുന്നത്. മൈക്കിളും കൂട്ടരും വണ്ടി ഒരിടത്ത് സൈഡാക്കി നിർത്തി ഇവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ബാക്കിൽ നിന്ന് രക്ഷിത്തിന്റെ ദീപികയുടെയും ആ ഒരു ട്രക്ക് വരുന്നുണ്ട്. അത് കണ്ടതും അവരാണെന്ന് മനസ്സിലാക്കി കയലാകട്ടെ കൈ കാണിച്ച് അവരെ അവിടെ നിർത്തുന്നു. തങ്ങളുടെ വണ്ടി കേടായതിനെ പറ്റി എല്ലാം തന്നെ പറയുകയും ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവൾ ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി രക്ഷിത്ത് നോക്കിയെങ്കിലും അത് മോഡേൺ ടൈപ്പ് വണ്ടി ആയതുകൊണ്ട് തന്നെ തനിക്കതൊന്നും അധികം പരിചയമില്ല എന്നാണ് അയാൾ പറയുന്നത്. ഇവിടെ ഫോണിന് സിഗ്നൽ കിട്ടില്ല, തങ്ങളുടെ ട്രക്കിലെ റേഡിയോയും കേടായി കിടക്കുകയാണ്. ഇവർക്ക് ഈ വണ്ടി റിപ്പയർ ചെയ്യണമെങ്കിൽ ഏകദേശം 96 കിലോമീറ്ററെങ്കിലും പോകണം. അങ്ങനെ ആകെ പെട്ടു നിൽക്കുമ്പോൾ കയല് പറയുന്നുണ്ട്, അവര് നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നതെന്ന്. എന്താ പ്രശ്നമെന്ന് രക്ഷിത്ത് ചോദിക്കുമ്പോൾ മൈക്കിളിന്റെ വണ്ടിയുടെ കാര്യമെല്ലാം തന്നെ അവർ പറയുന്നുണ്ട്. കുറച്ച് നേരമായിട്ട് ശല്യം ചെയ്യുകയാണെന്നും പറയുന്നു. ഈ റൂട്ടിൽ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മറ്റേ റൂട്ട് എടുത്ത് പോകാൻ തന്നെ പറഞ്ഞത്. എന്നാൽ അതിനിടയ്ക്ക് ദീപിക പറയുന്നുണ്ട്, കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ ഒരു കഫേ വരാറില്ലേ, അവിടെ ലാൻഡ് ലൈൻ ഇല്ലേ എന്ന്. അപ്പോൾ രക്ഷിത്ത് പറയുന്നുണ്ട്, ആ അങ്ങനെ കഫേ ഉണ്ട്, അവിടെ പോയി ലാൻഡ് ലൈനിൽ നിങ്ങൾ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ മതിയെന്ന്. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. വണ്ടിയിലാകട്ടെ ലഗേജും ഉണ്ട്. ഈ ലഗേജ് നിങ്ങളുടെ വണ്ടിയിൽ കയറ്റി കഴിഞ്ഞാൽ ഓക്കെ ആണോ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ അത് പറ്റില്ല, വണ്ടിയിൽ ഫുള്ള് ലോഡുണ്ട്, ലഗേജ് എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുകയായിരുന്നു അർജുൻ. രക്ഷിത്ത് പറയുന്നുണ്ട്, ആ കഫേയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വണ്ടി റിപ്പയർ ആക്കാൻ ആരെങ്കിലും വിളിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടാമെന്ന്. എന്നാൽ അങ്ങനെ മതിയെന്ന് വിചാരിച്ചിട്ട് അവർ നിൽക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് കയലിന് വല്ലാതെ വയറ് വേദനിക്കുന്നുണ്ടായിരുന്നു. അവളുടെ അവസ്ഥ കണ്ടിട്ട് രക്ഷിത്തും ദീപികയും പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, കയല് ഞങ്ങളുടെ കൂടെ കയറിക്കോ, കഫേയിൽ ടോയ്ലറ്റ് ഉണ്ട്, അവിടെ പോയ ശേഷം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നാ മതി, വണ്ടി ശരിയാക്കിയിട്ട് അർജുൻ അങ്ങോട്ട് വന്നോളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്ന് അർജുനും തോന്നി. അതുകൊണ്ട് തൽക്കാലം കയലിനെ അവരുടെ കൂടെ ട്രക്കിൽ കയറ്റിവിട്ട ശേഷം അർജുൻ അവിടെ തന്നെ നിന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ എന്ന് കയല്
ചോദിച്ചെങ്കിലും അതൊന്നും സാരമില്ലെന്നും എന്തായാലും ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ആ കഫേ അവിടെ ഇറക്കിയേക്കാമെന്നും അവര് പറയുന്നു. അവര് പോയി കുറച്ചു നേരം കഴിഞ്ഞിരുന്നു. അങ്ങനെ കുറെ നേരം അവിടെ നിന്നപ്പോഴാകട്ടെ അർജുന് തോന്നുന്നുണ്ട് ഒന്നുകൂടി വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാമെന്ന്. അങ്ങനെ കുറെ നേരം വണ്ടി ചെക്ക് ചെയ്യുന്നിടത്ത് ഒരു വയറ് വിട്ട് കിടക്കുന്നത് അർജുൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടായിരുന്നു. നേരത്തെ ഇത് ശ്രദ്ധിക്കാതെ പോയത് ആലോചിച്ചിട്ട് അവന് വിഷമം തോന്നി. പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ടാക്കി അവൻ നേരെ തന്നെ രക്ഷിത്ത് പറഞ്ഞ കഫേയിലേക്ക് പോകുന്നു. നേരത്തെ കയല ട്രക്കിൽ പോകുന്ന കണ്ടതോടുകൂടി തന്നെ മൈക്കിളും ഗ്യാങ്ങും അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ ദൂരം സഞ്ചരിച്ച് അർജുനാകട്ടെ രക്ഷിത്ത് പറഞ്ഞ ആ ഒരു കഫേയിലെത്തി. അവിടെ എത്തി നോക്കുമ്പോഴാകട്ടെ കയലിനെ അവിടെ എങ്ങും തന്നെ കാണുന്നില്ല. അവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്ന ലാംഗ്വേജ് ആകട്ടെ അവന് ഫ്ലുവന്റ് ആയിട്ട് പറയാനും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ഇംഗ്ലീഷിൽ അവരോട് ചോദിക്കുന്നുണ്ട്. അവർക്കാകട്ടെ ഇംഗ്ലീഷ് നല്ലപോലെ മനസ്സിലാകുന്നുമില്ല. ഒരു വിധത്തിൽ കയലിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് അവളവിടെ വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആരും വന്നിട്ടില്ല എന്നാണ് ആ ബാറിന്റെ ഓണർ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ അതുപോലെ തന്നെ പറയുന്നു. എന്നാൽ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ എവിടെ പോയെന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. CCTV ക്യാമറയെ പറ്റി ചോദിക്കുമ്പോൾ അത് കേടായി കിടക്കുകയാണെന്നാണ് അയാൾ പറയുന്നത്. അവൻ പോയി നോക്കുമ്പോൾ അത് കേടായി കിടക്കുകയായിരുന്നു. എത്ര ആലോചിച്ചിട്ടും അർജുൻ ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല കയൽ എങ്ങോട്ട് പോയെന്ന്. ഒടുവിൽ അവൻ ആ കഫേലിരുന്ന ആൾക്കാരോട് പറയുന്നുണ്ട് തന്റെ വൈഫ് ഇവിടെ വരികയാണെങ്കിൽ അവളോട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറയണമെന്ന്. അതും പറഞ്ഞിട്ട് അർജുൻ അവിടെ നിന്നും വണ്ടി എടുത്തുകൊണ്ട് കുറച്ചു ദൂരം മുന്നോട്ട് പോയി നോക്കുന്നു. ആ സമയത്ത് ദൂരെ കൂടെ രക്ഷിത്തിന്റെ ആ ട്രക്ക് പോകുന്ന കാണുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ഫോളോ ചെയ്ത് അർജുൻ അവിടെ എത്തി. എന്നാൽ അർജുനെ കണ്ടിട്ടും രക്ഷിതാകട്ടെ ട്രക്ക് നിർത്തുന്നുണ്ടായിരുന്നില്ല. കുറെ നേരം അർജുൻ വിളിച്ചു പോകുന്നുണ്ട്. ഒടുവിൽ അർജുനാകട്ടെ ട്രക്കിന്റെ മുന്നിലേക്ക് വണ്ടി കൊണ്ട് നിർത്തുന്നുണ്ട്. ഞാൻ ഇത്രയും നേരം വിളിച്ചിട്ട് നീ എന്തുകൊണ്ടാ വണ്ടി നിർത്താന്നെന്ന് ചോദിക്കുമ്പോൾ രക്ഷിതാകട്ടെ അർജുനെ പരിചയമുള്ളതുപോലെ പോലും കാണിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ആരാണ്, എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു. തന്റെ വൈഫ് എവിടെ, കയൽ എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഏത് കയലെന്ന്. നീ ചുമ്മാ കളിക്കാതെ എന്റെ വൈഫ് എവിടെയെന്ന് പറയാൻ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് എന്റെ പേര് രക്ഷിത്തെന്ന് പോലും അല്ല, ഞാൻ ധീരജാണ്. അർജുനാകട്ടെ വണ്ടിയിലേക്ക് നോക്കുമ്പോൾ അതിലൊന്നും തന്നെ ആരും ഉണ്ടായിരുന്നില്ല. കയലുമില്ല, ദീപികയുമില്ല. ഞാനൊരിടത്ത് ലോഡ് എടുക്കാൻ പോവുകയാണെന്നും ഈ വണ്ടിയിൽ ഒന്നും തന്നെ ഇല്ല എന്നും അയാൾ പറയുന്നു. എന്നാൽ അർജുൻ ആകെ കൺഫ്യൂഷനിലായി. കയലിന്റെ കാണാതാകലിന് പിന്നിൽ രക്ഷിത തന്നെയാണെന്ന് അർജുന് മനസ്സിലായി. ആ സമയത്താണ് അതുവഴി ഒരു പോലീസ് ജീപ്പ് വരുന്നത്. അർജുൻ അയാളെ കൈ കാണിച്ചു നിർത്തുകയും അവിടെ നടക്കുന്ന സംഭവങ്ങളെ പറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. തന്റെ വൈഫിനെ ഇവൻ കടത്തിക്കൊണ്ട് പോയെന്നും പറയുന്നു. എന്നാൽ രക്ഷിത്ത് പറയുന്നുണ്ട് ഇയാൾ പറയുന്നതൊന്നും എനിക്കറിയില്ല എന്നും ഇയാളുടെ വൈഫിനെ ഞാൻ കണ്ടിട്ടില്ല, ഇയാളെ തന്നെ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നതെന്ന്. അവസാനം തർക്കം മൂത്ത് കഴിയുമ്പോൾ ആ പോലീസുകാരൻ വണ്ടി ചെക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിലെങ്ങും തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ നോക്കുമ്പോൾ അതിൽ ആരുമില്ല. എന്നാൽ അർജുൻ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇയാൾ തന്നെയാണ് എന്റെ വൈഫിനെ കൂട്ടിക്കൊണ്ടു പോയതെന്ന്. രക്ഷിത്താകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഐഡിയ ഒക്കെ എടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ ധീരജാണെന്ന്. ഇയാൾ പറയുന്നതായിട്ട് ഒരു ബന്ധവുമില്ല എന്നും പറയുന്നു. മാത്രമല്ല എനിക്കിപ്പോ പോയേ പറ്റൂ, ഈ ലോഡ് എടുത്തോണ്ട് കൊടുത്തില്ലെങ്കിൽ എന്റെ ബിസിനസ് തന്നെ കുളമാകും. അതോടുകൂടി ആ പോലീസുകാരൻ തൽക്കാലം രക്ഷിത്തിനെ പറഞ്ഞു വിടുന്നു. അർജുനെയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. എന്നാൽ കാണാതായിട്ട് 24 മണിക്കൂർ ആകാഞ്ഞത് കൊണ്ട് തന്നെ അവർ കേസെടുക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ വൈഫിനെ കണ്ടെത്താമെന്ന് പോലീസ് ഉറപ്പ് കൊടുക്കുന്നു. ഭാഷ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഫോണിലെ ട്രാൻസ്ലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അവർ സംസാരിച്ചിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനോടെയിലെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അർജുൻ ആകെ ഒരു കൺഫ്യൂഷനിലായി. അവളുടെ അഫയറിനെ പറ്റിയൊക്കെ അയാൾ തുറന്നു പറയുന്നു. എന്നാൽ അങ്ങനെ വല്ലതും അവൾ പോയതായിരിക്കും എന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെയല്ല എന്ന്. തങ്ങൾ പോകുന്ന വഴിക്ക് വണ്ടി കേടായത് കാരണം അവളെ കഫേയിലേക്ക് ലിഫ്റ്റ് കൊടുത്ത ട്രക്ക് ഡ്രൈവറും അയാളുടെ വൈഫും കൂട്ടിക്കൊണ്ടു പോയതാണ്. അയാൾ തന്നെയാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്നും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്നും അർജുൻ പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് അർജുൻ വീണ്ടും അവിടെ നിന്ന് തിരിച്ച് ആ കഫേയിലേക്ക് വരുന്നു. അവിടെ എത്തി ചോദിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങളുടെ വൈഫ് എവിടെയെങ്കിലും വന്നിട്ടില്ല എന്ന്. അവൻ അവിടുത്തെ വാഷ്റൂം എല്ലാം തന്നെ ചെക്ക് ചെയ്യുന്നു. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ വരുന്ന ആൾക്കാരുടെ പേരും അവർ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളും എല്ലാം തന്നെ അവിടുത്തെ ബാറുടമ എഴുതി വെക്കുന്നുണ്ടായിരുന്നു. ആ പേപ്പർ എല്ലാം തന്നെ അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി അർജുൻ പരിശോധിക്കുകയായിരുന്നു. അതൊന്നും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അർജുൻ ഇവിടെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അയാൾ തോക്ക് ചൂണ്ടിക്കാണിച്ച് അർജുനോട് ഇവിടെ നിന്നും പോവാൻ ആവശ്യപ്പെടുന്നു. അവിടെ നിന്നും അർജുൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാകട്ടെ അവിടെ കാർ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യൻ അയാളോട് പറയുന്നുണ്ട് നിങ്ങളുടെ വൈഫ് ഇവിടെ ഒരു ട്രക്കിൽ വന്ന ശേഷം വേറൊരു ട്രക്കിൽ കയറി കുറച്ച് ആൾക്കാരുടെ കൂടെ പോയി എന്ന്, മോശമായ ആൾക്കാരുടെ കൂടെയാണ് പോയതെന്ന്. ആ പയ്യനാകട്ടെ ഒരുമാതിരി വല്ലാതെയായിരുന്നു സംസാരിക്കുന്നത്, എന്തോ അസുഖമൊക്കെ ഉള്ളതുപോലെ. ഇവിടെ എല്ലാവരും എനിക്ക് ഭ്രാന്താണെന്നാ പറയുന്നത്. പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിരീക്ഷിക്കാറുണ്ട്. അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയപ്പോൾ അത് കയ്യില് തന്നെയാണെന്ന് അർജുൻ ഉറപ്പായി. ഏത് ഭാഗത്തേക്കാ പോയതെന്ന് ചോദിച്ചപ്പോൾ അയാൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. നീ കാര്യങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയണമെന്നും അവർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വാസമായിട്ടില്ല എന്ന് അർജുൻ പറയുന്നുണ്ട്. എന്നാൽ അയാൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല, ഇതിന്റെ എല്ലാം പിന്നിൽ പോലീസുകാരും കൂടി ഉണ്ട്. അവരും കൂടി ചേർന്നിട്ടാണ് നിങ്ങളുടെ വൈഫിനെ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇത് കേട്ടതും അർജുൻ ശരിക്കും ഞെട്ടിത്തരിച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ആ ഓഫീസർ അവിടെ ബോർഡിൽ പതിച്ചിരിക്കുന്ന ന്യൂസ് പേപ്പേഴ്സിലേക്ക് നോക്കുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ നിന്നും കാണാതായ ഒരുപാട് സ്ത്രീകളുടെ മിസ്സിംഗ് കേസുകളെ പറ്റിയുള്ള വാർത്തകളായിരുന്നു ആ പേപ്പറിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും കയലിനെ കണ്ടുപിടിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി അർജുൻ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ടിറങ്ങി. ആ പയ്യൻ പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവിടെയായിട്ട് വേറെ 2 വണ്ടികൾ കിടക്കുന്നത് അവൻ കാണുന്നുണ്ട്. പക്ഷെ അവിടേക്ക് ചെന്നപ്പോ അർജുനെ മൈക്കിളും കൂട്ടരെ ആക്രമിക്കുന്നു. ഇതെല്ലാം തന്നെ അവരുടെ പ്ലാനിംഗ് ആയിരുന്നു. കുറച്ചു മുമ്പ് അർജുനോട് നിങ്ങളുടെ വൈഫിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ പോലും ഇവരുടെ ഗ്യാങ്ങിലെ ആളായിരുന്നു.
ആയിരുന്നു. അവനൊരു അസുഖമില്ല, അവൻ അഭിനയിച്ചതായിരുന്നു. പിന്നെ പോലീസുകാർക്കും ഇതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞതെല്ലാം തന്നെ കള്ളത്തരമാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാം പിന്നിലെ രക്ഷിത്ത് തന്നെയായിരുന്നു. രക്ഷിത്തിന്റെ ആൾക്കാർ തന്നെയാണ് ഈ മൈക്കിളും കൂട്ടരും. അർജുന്റെ വണ്ടി ആ ഒരു പെട്രോൾ പമ്പിൽ വെച്ചിട്ട് ഇവരാണ് മനഃപൂർവ്വം കേടാക്കിയത് തന്നെ. ദീപികയും രക്ഷിത്തും ചേർന്നിട്ട് നടത്തിയ പ്ലാനിംഗ് ആയിരുന്നു ഇതെല്ലാം തന്നെ. നിങ്ങൾക്ക് ആരാ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, എന്റെ വൈഫ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദീപിക പറയുന്നുണ്ട്, നിന്റെ വൈഫ് എവിടെയും പോയിട്ടില്ല, സേഫ് ആയിട്ട് ഞങ്ങളുടെ അടുത്തുണ്ട്. അവള് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തത്. നിന്റെ വൈഫിനൊരു അഫെയർ ഉണ്ടല്ലോ, അയാളുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നിന്നെ കൊന്നുകളയാനാണ് അവള് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് ആദ്യം അർജുൻ ഒന്ന് ഞെട്ടി. എന്നാൽ അർജുൻ പറയുന്നുണ്ട്, ഒരു കാരണവശാലും അവൾ എന്നെ കൊല്ലാൻ നിങ്ങളോട് പറയില്ല എന്ന്. അവൾക്ക് അഫെയർ ഉള്ള കാര്യമെല്ലാം തന്നെ എനിക്കറിയാം. പക്ഷെ ഒരിക്കൽ പോലും എന്നെ കൊല്ലണമെന്ന് അവൾ ചിന്തിക്കില്ല. എന്നാൽ അത് കേട്ട് കഴിയുമ്പോൾ അവര് പറയുന്നുണ്ട്, നിന്റെ ആ ഊഹം ശരിയാണെന്ന്. അവളല്ല നിന്നെ കൊല്ലാൻ പറഞ്ഞത്, അവളുടെ ആ കാമുകനാണ്. നിന്നെ കൊന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറെ കാശ് തരാമെന്ന് പറഞ്ഞു. പക്ഷെ നിനക്ക് ഞങ്ങൾ ഒരു ഓപ്ഷൻ തരാം. ആ കാശ് നീ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടാം. വേണമെങ്കിൽ അതിന് പകരമായിട്ട് നിന്റെ വൈഫിനെ കൊല്ലുകയും ചെയ്യാം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് അർജുൻ ചോദിക്കുന്നു. ശരിക്കും നിങ്ങളൊക്കെ ആരാണെന്നും എന്താണ് ഈ കാട്ടുകൂട്ടുന്നതെന്ന് അവൻ ചോദിക്കുമ്പോഴാണ് ഇവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ദീപിക ഒരു മെന്റൽ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് ആയിരുന്നു. ഒരു ചോക്ലേറ്റ് തരാത്തതിന്റെ പേരില് കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പേഷ്യന്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വരെ അവൾ പ്രേരിപ്പിച്ചു. അങ്ങനെ അവർ മരിക്കുകയും ചെയ്തു. അത്രയ്ക്ക് ക്രൂരമായ മൈൻഡുള്ള പെൺകുട്ടിയായിരുന്നു ദീപിക. അതുകൊണ്ട് തന്നെ കോടതിയാകട്ടെ അവളെ ജീവിതകാലം മുഴുവൻ അതേ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ട് ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു. ഒരുതരം ജയിൽവാസം തന്നെയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അവളുടെ അച്ഛനും അമ്മയും പോലും അവളെ ഉപേക്ഷിച്ച മട്ടായി. ഒരുപാട് തവണ അവളാകട്ടെ അവർക്ക് കത്തെഴുതിയെങ്കിലും ഒരു കത്തിന് പോലും അവർ മറുപടി എഴുതിയില്ല. അങ്ങനെയിരിക്കെ ആ ഹോസ്പിറ്റലിലെ തന്നെ 2 കെയർടേക്കേഴ്സ് ആകട്ടെ ഇവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ഇവളെ രക്ഷിക്കാൻ വരുന്നത് അതേ ഹോസ്പിറ്റലിലെ തന്നെ പേഷ്യന്റ് ആയിരുന്ന രക്ഷിത്തായിരുന്നു. അങ്ങനെ ഇവർ പരസ്പരം പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും ചെയ്യുകയാണ്. അവിടെ നിന്നും ആരുമറിയാതെ പുറത്തു കിടന്നവരാകട്ടെ നേരെ പോകുന്നത് ദീപികയുടെ വീട്ടിലേക്കാണ്. അവരുടെ അച്ഛനും അമ്മയും എല്ലാം കൊന്ന ശേഷം കുറെ പണവും എടുത്തുകൊണ്ട് അവിടെ നിന്നും അവർ രക്ഷപ്പെട്ട് ഈ നാട്ടിൽ വന്ന് ഇതുപോലെ ഓരോ ക്രൈമുകൾ ചെയ്ത് ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അർജുന്റെ മുന്നിലേക്ക് അവർ 3 ഓപ്ഷൻ വെക്കുന്നുണ്ട്. ഒന്നുകിൽ നിന്റെ വൈഫിന്റെ കാമുകന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് നിന്നെ കൊല്ലുക, അല്ലെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് നിന്നെ വെറുതെ വിടുക, അതുമല്ലെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് നിന്റെ വൈഫിനെ കൊല്ലുക. ഇതിലേത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഒടുവിൽ തന്റെ വൈഫിനെ ഒന്നും തന്നെ ചെയ്യണ്ട, എന്നെ വെറുതെ വിടണം, ഞാൻ നിങ്ങൾക്ക് കാശ് തരാമെന്ന് അർജുൻ പറയുന്നു. അവന്റെ അക്കൗണ്ടിൽ എത്രത്തോളം രൂപയുണ്ടെന്ന് ഓൾറെഡി തന്നെ ഇവർക്ക് അറിയാമായിരുന്നു. ഇത്രയും കാലം നീ സമ്പാദിച്ചത് 8 കോടി രൂപയാണ്, അത് മുഴുവൻ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മലമുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ദൂരെ കാണുന്ന ഒരു ബാങ്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ മറ്റൊരാവശ്യമായിട്ട് ഒരുപാട് പണം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നീ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നീ ചോദിക്കുന്ന എമൗണ്ട് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. കിട്ടിക്കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടു തരണം. അതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും കാണിക്കാമെന്ന് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്റെ വൈഫിന്റെ കാര്യത്തിൽ തീരുമാനമാവും. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ അർജുൻ നേരെ ആ ബാങ്കിലേക്ക് പോകുന്നു. ഒരു വിധത്തിൽ ആ ബാങ്ക് മാനേജറിനെ കൺവിൻസ് ചെയ്ത് അവൻ ക്യാഷ് മുഴുവൻ എടുക്കാൻ ശ്രമിക്കുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അർജുൻ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് രക്ഷിത്തിന്റെ പല ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെയെല്ലാം കണ്ണുവെട്ടിച്ചിട്ട് ആ മേശമേലിരുന്ന എന്തോ ഒരു ആയുധം അർജുൻ തന്റെ കൈവശം വെക്കുന്നു. അതേസമയം നമ്മളെ കാണിക്കുന്നത് ദീപികയും കയലിനെയുമായിരുന്നു. കയലിനെ അവർ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. അതായത് ഇത്രയും നേരം ഇവർ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. കയലോ കയലിന്റെ കാമുകനോ ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല ഈ ഒരു പ്ലാനിങ് എല്ലാം തന്നെ. ദീപിക കേട്ട കയലിനോട് പറയുന്നത്, നിന്നെ കടത്തിക്കൊണ്ടുവരാൻ പറഞ്ഞത് നിന്റെ ഫ്രണ്ട് അനുവും നിന്റെ ഹസ്ബൻഡും ചേർന്നിട്ടാണെന്ന്. അത് കേട്ടതും കയലൊന്ന് ഞെട്ടി. എന്നിട്ട് കയലിനോട് അവൾ മറ്റൊരു കഥ പറയുന്നു. നിങ്ങൾ ഡിവോഴ്സ് ആകാൻ തീരുമാനിച്ച വിവരം അറിഞ്ഞിട്ട് അനു നിന്റെ ഹസ്ബൻഡിനെ കാണുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് പതിയെ പതിയെ നിന്റെ ഹസ്ബൻഡിനോട് അനുവിന് ഒരു അട്രാക്ഷൻ തോന്നാൻ തുടങ്ങി. അവർക്കിടയിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് അവർ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ കൊല്ലാൻ വേണ്ടി പറഞ്ഞത് തന്നെ. എന്നാൽ ഇത് കേട്ടിട്ട് കയൽ വിശ്വസിക്കുന്നില്ല. എന്തൊക്കെ വന്നാലും ശരി തന്റെ ഹസ്ബൻഡ് തന്നെ കൊല്ലാൻ ഒരിക്കലും പറയില്ല എന്നും അർജുനെ ഇത്രയും കാലമായിട്ട് തനിക്ക് അറിയാമെന്നും അവൾ പറയുന്നു. ദീപികയ്ക്ക് ശരിക്കും അത് കേട്ടപ്പോ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കാരണം അർജുനും കയലിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, കയലും അർജുനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ദീപിക അവളെ വിശ്വസിപ്പിക്കാൻ തന്നെ ശ്രമിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ വേണമെങ്കിൽ ഞാൻ വെറുതെ വിടാം, നിന്റെ ഹസ്ബൻഡിനെ വേണമെങ്കിൽ ഞാൻ കൊല്ലാം, ഒരു കാര്യം ചെയ്യ്, നിനക്ക് അഫെയർ ഉള്ള പ്രകാശ് എന്ന് പറയുന്ന ആളില്ലേ, അയാളുടെ കയ്യിൽ നിന്ന് നീ കുറച്ച് കാശ് വാങ്ങിത്തരാൻ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദീപികയും രക്ഷിത്തും ചേർന്നിട്ട് കയലിനെ അർജുനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് കാശടിച്ചു മാറ്റാനുള്ള പരിപാടിയാണെന്ന്. എന്നാൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന കാരണം അതൊന്നും തന്നെ നടക്കുന്നില്ല. കയലിന്റെ ആ ഒരു വിശ്വാസം ശരി തന്നെയായിരുന്നു. കാരണം ആ ഒരു സീൻ വീണ്ടും കാണിക്കുന്നുണ്ട്. അർജുനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അനു അവനെ കെട്ടിപ്പിടിച്ചെങ്കിലും അർജുൻ അതിന് തടുക്കുന്നു. നീ കയലിന്റെ എന്റെയും നല്ലൊരു ഫ്രണ്ടാണെന്നും ആ ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് നീ ഇപ്പോൾ എന്റെ അടുത്ത് വന്നിരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നുവെന്നും അതുകൊണ്ട് ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നും അനുവിനോട് അയാൾ പറയുന്നുണ്ട്. നീ ഇങ്ങനെ പെരുമാറിയത് ഞാനും മറന്നിരിക്കണം, നീയും മറന്നിരിക്കണം, തുടർന്ന് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം. അനു അവനോട് സോറി പറയുന്നുണ്ട്. ആ ഒരു നിമിഷത്തിൽ താൻ അറിയാതെ ചെയ്തതാണെന്നും ഒരിക്കലും ഇതൊന്നും മനസ്സിൽ വെക്കരുതെന്നും പറയുന്നു. അങ്ങനെ അവിടെ നിന്നും കാശെടുത്തുകൊണ്ടിറങ്ങിയ അർജുനാകട്ടെ പുറത്തേക്ക് ഇറങ്ങിയതും ആരെയും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫോൺ ബൂത്തിലെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവിടെ ചെയറിലിരുന്ന ഒരാൾ അവനോട് പറയുന്നുണ്ട്, ആ ഫോൺ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന്. അങ്ങനെ അർജുൻ പോയി ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് രക്ഷ
രക്ഷിത്തായിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് വരുമ്പോൾ ഒരു വണ്ടി വരുമെന്നും കാശ് അവരുടെ കയ്യിൽ കൊടുക്കണമെന്നും പറയുന്നു. അങ്ങനെ അർജുൻ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ മൈക്കിളും കൂട്ടരുമാണ് അതുവഴി വരുന്നത്. എന്നാൽ കാശ് അവരുടെ കയ്യിൽ കൊടുക്കാൻ അർജുൻ തയ്യാറാകുന്നില്ല. തന്റെ വൈഫ് കയ്യിൽ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്നോട് പറഞ്ഞെങ്കിലേ പറ്റൂ. പക്ഷെ അതിന്റെ പേരിൽ മൈക്കിളും അർജുനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാവുന്നു. ഒടുവിൽ മൈക്കിളും കൂട്ടരും ചേർന്നിട്ട് അർജുന്റെ കൈയും കാലും കെട്ടി ആ കാറിലേക്ക് ഇട്ട ശേഷം കാശ് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. പോകുന്ന വഴിയിലെല്ലാം തന്നെ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു കയൽ എവിടെയെന്ന്. എന്നാൽ മൈക്കിളും കൂട്ടരും ഒന്നും തന്നെ മിണ്ടിയില്ല. അവസാനം തന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ചിട്ട് അർജുനാകട്ടെ അവരെ ആക്രമിക്കുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ ഫൈറ്റിനൊടുവിൽ അവരെല്ലാം കീഴടക്കിയിട്ട് മൈക്കിളിനെ മാത്രം വണ്ടിയിൽ കയറ്റിയിട്ട് കഴുത്തിലും കയ്യിലും എല്ലാം തന്നെ ടേപ്പ് ചുറ്റി അവൻ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ടേ പോവുകയാണ്. കയ്യിൽ എവിടെയെന്ന് പറയുന്നിടം വരെ അവനെ അങ്ങനെ ദ്രോഹിക്കുകയായിരുന്നു അർജുൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും മൈക്കിൾ അതൊന്നും തുറന്നു പറയുന്നില്ല. ഒടുവിൽ അങ്ങനെ പോകുന്ന വഴിക്ക് നേരത്തെ കണ്ട അതേ പോലീസുകാരനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. വണ്ടി ഓവർ സ്പീഡിൽ പോകുന്ന കാരണം അയാൾ വണ്ടി തടഞ്ഞു നിർത്തിയിരുന്നു. എന്നാൽ അർജുൻ നടന്ന കാര്യങ്ങൾ പറയുന്നു. തന്റെ വൈഫ് ഇവരുടെ കൈവശമാണ് ഉള്ളതെന്നും പറയുന്നു. അർജുൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയ തക്കം നോക്കി മൈക്കിൾ ആകട്ടെ തന്റെ കയ്യിലെ കെട്ടഴിക്കുകയും അവന് നേരെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ പോലീസുകാരൻ തിരിച്ച് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചതും മൈക്കിൾ അയാളെയും ഷൂട്ട് ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്നും ആ വണ്ടിയും എടുത്തിട്ട് പോയി. ആ പോലീസുകാരൻ അപ്പോഴും ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയ അർജുനാകട്ടെ അയാളുടെ വാക്കി ടോക്കിയിലൂടെ മറ്റു പോലീസുകാരെ വിവരമറിയിക്കുകയും ഇവിടേക്ക് വന്ന് ഇയാളെ കൂട്ടിക്കൊണ്ടു പോകാൻ പറയുകയും ചെയ്യുന്നു. എന്നിട്ട് ആ പോലീസുകാരനോട് അവൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വണ്ടി എനിക്ക് ആവശ്യമാണെന്നും എന്റെ വൈഫിനെ രക്ഷിച്ചെങ്കിലേ പറ്റുമെന്നും. പോലീസുകാരനെ അവിടെ കിടത്തിയിട്ട് അർജുൻ അവിടെ നിന്നും മൈക്കിളിന്റെ പിറകെ വിട്ടു. എന്നാൽ എങ്ങും തന്നെ മൈക്കിളിന്റെ വണ്ടി കാണുന്നുണ്ടായിരുന്നില്ല. പോകുന്ന വഴിയിലും വീണ്ടും കുറെ വണ്ടികൾ കൂടി കിടക്കുന്ന ഒരു സ്ഥലം അവൻ കാണുന്നുണ്ട്. അവിടെയൊക്കെ പോയി നോക്കിയെങ്കിലും അവിടെ എങ്ങും മൈക്കിൾ ഉണ്ടായിരുന്നില്ല. മൈക്കിൾ ആ ക്യാഷുമായിട്ട് ആ നേരം കൊണ്ട് രക്ഷിത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ എന്തായാലും ഈ സ്ഥലം കണ്ടുപിടിച്ച് വരാൻ ഒരു വഴിയുമില്ലെന്നും തൽക്കാലം നമുക്ക് ഇവിടെ നിന്നും പോകാമെന്നും രക്ഷിത്ത് പറയുന്നു. കുറെ നേരം അന്വേഷിച്ചിട്ടും മൈക്കിളിനെ കാണാത്ത കാരണം അർജുൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിൽക്കുമ്പോഴാണ് അവിടെ അയാൾ മറ്റൊരാളെ കാണുന്നത്. നേരത്തെ ബാങ്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കോള് വന്നപ്പോൾ അർജുനോട് അയാളായിരുന്നു പറഞ്ഞത് ആ കോള് നിങ്ങൾക്കുള്ളതാണെന്ന്. അങ്ങനെയാണെങ്കിൽ അയാളും രക്ഷിത്തിന്റെ ആളായിരിക്കും. രക്ഷിത്ത് എവിടെയാണെന്ന് അയാൾക്ക് എന്തായാലും അറിയാമായിരിക്കും. അതുകൊണ്ട് അയാളെ ഫോളോ ചെയ്തു പോകാൻ അർജുൻ തീരുമാനിക്കുന്നു. അങ്ങനെ അയാളെ ഫോളോ ചെയ്ത് അർജുൻ അയാളുടെ വീട്ടിലെത്തുകയും അയാളെ ആക്രമിക്കുകയും രക്ഷിത്ത് എവിടെയെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അയാളെ രക്ഷിക്കാൻ അയാളുടെ 2 കൂട്ടാളികൾ അവിടേക്ക് വന്നെങ്കിലും അർജുൻ അവരെ എല്ലാം തന്നെ കീഴ്പ്പെടുത്തുന്നു. അതിനിടയിൽ അർജുനും കുറെ പരുക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ അവരുടെ അടുത്ത് നിന്നും രക്ഷിത്തിന്റെ താവളം കണ്ടുപിടിച്ചിട്ട് അർജുൻ അവിടേക്ക് എത്തുന്നു. അവിടെ എത്തി രക്ഷിത്തിന്റെ ആൾക്കാരുമായിട്ട് കുറെ നേരം ഫൈറ്റ് ഒക്കെ ചെയ്തിട്ട് ഉള്ളിലേക്ക് കടക്കുകയാണ് അർജുൻ. അവനെ തടയാനായിട്ട് മൈക്കിളും ദീപികയും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഫൈറ്റിനിടയിൽ ദീപിക പറയുന്നുണ്ട്, ഒരു കാരണവശാലും നിനക്ക് ഇനി കയലിനെ കിട്ടാൻ പോകുന്നില്ല. ഇനി അവളായിട്ട് നിന്റെ മുന്നിൽ വന്ന് നിന്നാൽ പോലും നിനക്ക് അവളെ തിരിച്ചറിയാൻ പോലും പറ്റില്ല എന്ന്. ഇവരെന്തൊക്കെയാ പറയുന്നതെന്ന് അർജുന് മനസ്സിലായില്ല. ആ ഫൈറ്റ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഒടുവിൽ മൈക്കിളിനെ ഒരു വിധത്തിൽ അടിച്ചൊതുക്കിയ ശേഷം ദീപികയെ അവൻ അവിടെ നിന്ന് തള്ളിയിടുന്നു. എന്നാൽ ആ ഒരു ഫൈറ്റിനിടയിൽ അവൾ പോയി വീഴുന്നതാകട്ടെ അവിടെ വെച്ചിരുന്ന ആസിഡിലേക്കാണ്. അവളുടെ മുഖത്തെല്ലാം തന്നെ നല്ല രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അവളുടെ നിലവിളി കേട്ടിട്ടാണ് രക്ഷിത്ത് അവിടേക്ക് വരുന്നത്. അവളുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അവൻ ഒട്ടും തന്നെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ജീവിതത്തിൽ ആൾക്കാരെ അങ്ങനെ അവൻ സ്നേഹിക്കാറില്ലായിരുന്നു. ആദ്യമായിട്ടാണ് അവൻ ഒരാളെ ഇത്രയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തത്. അത് ദീപികയാണ്. അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ദീപിക മരണമടയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ അർജുനോട് പറയുന്നുണ്ട്, ഞാൻ മരിക്കേണ്ടി വന്നാൽ പോലും നിന്റെ വൈഫ് എവിടെയാണെന്ന് ഞാൻ പറയില്ല എന്ന്. അവർ തമ്മിൽ കുറെ നേരം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരുപാട് മെഷീൻസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നിന്റെ മുകളിലേക്ക് അർജുനാകട്ടെ രക്ഷിത്തിനെ കെട്ടിത്തൂക്കിയിടുന്നു. കയ്യിൽ എവിടെയെന്ന് പറയാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. തനിക്ക് ദീപിക നഷ്ടപ്പെട്ട പോലെ കയലിനെ നിനക്ക് നഷ്ടപ്പെടുമെന്നും ആ വേദന നീയും അറിയണമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ആ മെഷീനിലേക്ക് എടുത്ത് ചാടുകയും സ്വയം ആത്മഹത്യ ചെയ്യുകയും ചെയ്യുകയാണ്. അതോടുകൂടി കയൽ എവിടെയെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ അർജുൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അവിടെ എല്ലാം തന്നെ അന്വേഷിച്ചിട്ടും കയലിനെ കാണുന്നുണ്ടായിരുന്നില്ല. ആകെ തകർന്നിരുന്ന അർജുൻ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ 2 നായ്ക്കളാകട്ടെ മണ്ണിൽ എന്തൊക്കെയോ തിരയുന്നത്. അവൻ അവിടേക്ക് പോയി നോക്കുമ്പോഴാകട്ടെ അണ്ടർഗ്രൗണ്ടിലേക്ക് തുറക്കുന്ന ഒരു ഡോർ ആയിരുന്നു അത്. അതിനുള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ സർജറി നടക്കുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ട് കിടത്തിയിരിക്കുന്ന ഒരു ശരീരം കണ്ടിട്ട് അവൻ ഓടിപ്പോയി കയലെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്നു. ഇതുകൊണ്ടായിരുന്നു ദീപിക നേരത്തെ പറഞ്ഞത് അവളായിട്ട് വന്ന് നിന്റെ മുന്നിൽ നിന്നാൽ പോലും നിനക്ക് അവളെ തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് പോലീസുകാരും മറ്റും അവിടേക്ക് വരുന്നതാണ്. നേരത്തെ വെടിയേറ്റ പോലീസുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അർജുൻ സഹായിച്ചതുകൊണ്ട് തന്നെ പോലീസുകാർ ആരും തന്നെ ഇവനെതിരെ ഒരു കേസും എടുക്കുന്നില്ല. രക്ഷിത്തും കൂട്ടരും ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രവൃത്തി തന്നെയായിരുന്നു. ഇതുവഴി പോകുന്ന ആൾക്കാരെല്ലാം കിഡ്നാപ്പ് ചെയ്തിട്ട് ഭർത്താക്കന്മാരെ കൊല്ലുകയും അവരുടെ ഭാര്യമാരെയെല്ലാം എടുത്തിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തി അയക്കുകയും അവരെ വിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. കുറച്ചുനാളായിട്ട് രക്ഷിത്തും ദീപികയും ചേർന്നിട്ട് കയലിനെ അർജുനെ ഫോളോ ചെയ്യുകയായിരുന്നു. കയൽ ജിമ്മിൽ വെച്ചിട്ട് അനുവിനെ പരിചയപ്പെടുകയും അനുവിനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ടായിരുന്നു രക്ഷിത്തും ദീപികയും ഇവിടെ വെച്ചിട്ട് ഇവരെ ആക്രമിച്ചതും. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് അവിടെ നിന്നും പോകുന്ന അർജുനെയാണ് കാണിക്കുന്നത്. അവന്റെ സൈഡിലായിട്ട് കയൽ ഉരുപ്പുണ്ടായിരുന്നു. ഇനിയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അവൻ കയലെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചത് യഥാർത്ഥത്തിൽ കയലല്ലായിരുന്നു, വേറെ ഏതോ ഒരു പെൺകുട്ടിയായിരുന്നു. കയലിനെ അവർ സൈഡിലായിട്ട് കാലും കൈയും കെട്ടിയിട്ട നിലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തൽക്കാലം കയൽ രക്ഷപ്പെട്ടു. അവിടെ നിന്നും പോകുന്ന വഴിക്ക് അവള് അനുവിനെ പറ്റി ചോദിക്കുന്നുണ്ട്. എന്നാൽ താനും അനുവും തമ്മിൽ അങ്ങനെയൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം അർജുൻ അവളോട് പറയുന്നു. അവർ നേരെ പോകുന്നത്
കയലിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കാണ്. അവൾ ഓടിച്ചെന്ന് അവരെല്ലാം കെട്ടിപ്പിടിക്കുന്നുണ്ട്. അനു അവളെ കാത്ത് അവിടെ ഉണ്ടായിരുന്നു. അവളെ അവിടെ ആക്കിയ ശേഷം അർജുൻ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴേക്കും കയൽ ഓടി വന്ന് അവനെയും കെട്ടിപ്പിടിക്കുന്നു. തനിക്ക് മറ്റൊരു അഫയർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും തന്നെ വിട്ടുകൊടുക്കാതെ ഇത്രയധികം അവൻ തന്നെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കിയ കയലാകട്ടെ അവനെ വിട്ടിട്ട് പോകണമെന്നുള്ള തീരുമാനം തന്നെ വേണ്ടാന്ന് വെക്കുന്നു. പഴയതുപോലെ അവർ പരസ്പരം പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അതറിഞ്ഞ് സന്തോഷത്തോടു കൂടി അർജുനും അവളെ കെട്ടിപ്പിടിക്കുകയും കിസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.